ഇന്ന് രാവിലെ ഞങ്ങൾ പോകുന്നത് ദുബായ് ഫ്രെയിം കാണാനാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ നമുക്ക് കോംപ്ലിമെൻ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട്. പൊറോട്ടയുണ്ട്, അതുപോലെ തന്നെ ബേക്കൻ ഉണ്ട്, മുട്ട നമ്മൾ പറയുന്ന പോലെ അവർ നമുക്ക് ഉണ്ടാക്കി തരും. അതുപോലെ ഇതുപോലത്തെ കുറച്ച് ബേക്കിംഗ് ഐറ്റംസ് ഉണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ദുബായ് ഫ്രെയിം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് നല്ല ക്യൂ ആയിരുന്നു. ഇങ്ങ് ലാസ്റ്റ് വരെ ക്യൂ ആയിരുന്നു. അതും നല്ല വെയിലുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഒരു വശമാണിത്. നിറയെ ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ എല്ലാം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾക്ക് 1200 രൂപ വെച്ചിട്ടാണ് ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. അതായത് ദുബായിയെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കയറിയേക്കുവാണ്. ഈ ലിഫ്റ്റിൽ കൂടെ കയറി നമ്മളെ ഏറ്റവും മേലെ കൊണ്ടുപോകും. ദുബായ് ഫുള്ള് കാണിക്കാം എന്നും പറഞ്ഞാണ് നമ്മളെ മേലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാ നമുക്ക് പോയി നോക്കാം. എത്താൻ നോക്കിക്കോളൂ, പുറത്തേക്ക് നോക്കിക്കോളൂ. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ദുബായ് ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേലെ ചെന്ന് കഴിയുമ്പം അതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സംഗതിയുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മേലെ കയറി നമുക്ക് തല കറങ്ങുന്ന പോലെ തോന്നും. കാരണം നമ്മൾ അത്രയ്ക്ക് ഹൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതാ മേലെ എത്തി. ഇപ്പം നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് നോക്കിയാൽ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇങ്ങനെ റോഡ് പരന്ന് കിടക്കുന്നത്, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ, അതൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു മഹാത്ഭുതം. ഇതൊരു ഗ്ലാസ്സാണ്. ഈ ബ്രിഡ്ജിൻ്റെ മേലെ, അതായത് ഇങ്ങനെ കമ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു ബ്രിഡ്ജ് പോലെയാണ് ഈ ഗ്ലാസ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. പക്ഷേ എനിക്ക് അവിടെ കാല് വെച്ചപ്പോഴത്തേനും തല കറങ്ങുന്ന പോലെ ആയതുകൊണ്ട് ഞാനവിടെ നിന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. വണ്ടികളൊക്കെ പോകുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. നിറയെ കെട്ടിടങ്ങളാണ് ഒരു ഭാഗത്ത് ഫുള്ള്. ഈ ഒരു ഭാഗം നിറച്ചും കണ്ടോ, കെട്ടിടങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നേക്കുവാണ്.